സത്യം പറഞ്ഞാൽ റഹ്മാനിക്കയുടെയും ടീമിൻ്റെയും ഒരു അഴിഞ്ഞാട്ടം തന്നെ പറയാം. ഒരു രക്ഷയില്ല. 100% ഫാമിലി ആയിട്ട് ഈ ഓണത്തിന് എല്ലാവർക്കും വന്ന് കാണാം. ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണാം. നല്ല പടമാണ്. ചിരിച്ചിരിച്ച് ഒരു രക്ഷയില്ല. കോമഡിയാണ്, ഫുൾ കോമഡിയാണ്. ബമ്പർ അടിച്ചിരിക്കുകയാണ്. ഓണം ബമ്പർ അടിച്ചിരിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമായി മാറിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. കീട്ടിലും സാധനം. ഓമറിലൊക്കെയാണ് അടിപൊളി സാധനമാണ്. കിണ്ണം പടം പഴയ സ്റ്റൈലുകളൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വന്നേക്കാണ്. ഒരു രക്ഷയില്ല. സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ സിനിമ വന്നിരിക്കുകയാണ്. ബ്ലോക്ക് ബസ്റ്റർ ഓണം തൂക്കി. ഒരു രക്ഷയില്ല. ബാഡ് ബോയ്സ് കൊണ്ടുപോയിരിക്കുകയാണ്. ഓണം ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. അടിപൊളി അടിപൊളിയാണ്. കിണ്ണം കാട്ടിയ പടം. ഒരു രക്ഷയില്ല. തൂക്കിയിരിക്കുകയാണ്. ഓണം ബമ്പർ ഹിറ്റ്. സൂപ്പർ പടം. അടിപൊളി. അടിപൊളിയായിരുന്നു പടം. സൂപ്പർ സൂപ്പറായിരുന്നു. അടിപൊളി. പക്ക അടിപൊളിയാണ്. എന്റർടൈൻമെന്റ്, ചിരിക്കാനും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല പടം. അതെ അതെ അതെ. പടം അടിപൊളി. നല്ല കോമഡി മാസ് എന്റർടൈനർ മൂവി ആയിരുന്നു. ഒമർ ലുലു സാറിന്റെ ഡയറക്ഷൻ എടുത്ത് പറയുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ആറാട്ടണ്ണന്റെ എൻട്രി, പെരേരയുടെ എൻട്രി എടുത്ത് പറയുന്നതാണ്. ഒട്ടുമിക്ക യൂട്യൂബേഴ്സ് ഇതിലുണ്ട്. അടിപൊളി പടം. പക്ക മാസ് കോമഡി എന്റർടൈനർ. ഇത് ഓണം തൂക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ പടമാണ്. ഓണം ഈ പടം തന്നെ തൂക്കി കാണാന്ന് പറഞ്ഞത് എല്ലാവർക്കും പിടിക്കുന്ന തരത്തിലുള്ള ഒട്ടും ബോധിക്കാതെ ഇത് കാണാൻ പറ്റുന്ന അടിപൊളി പടമാണ്. എന്തുകൊണ്ട് ഇത് സ്പൂഫ് ലെവലെന്ന് പറയാൻ പറ്റും. ആ സ്പൂഫിനെ കാട്ടി എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ കോമഡിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇരുത്തി ആ സിനിമ കാണിക്കുക. അതാന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും ബോറടിയില്ല. അപ്പോൾ ഈ സെറ്റ് പടമാണ്. ഇത് ഓണത്തിന് വേണ്ടിയിട്ട്, ഓണം ലക്ഷ്യമിട്ട് മാത്രം ഇറക്കിയ ഈ സിനിമയാണ്.